രാത്രിയില് വെള്ളമടിച്ച് 4 കാലി വന്നു കയറുന്ന അപ്പനെ പേടിക്കുന്ന ചില മക്കളുള്ള വീടുകളുണ്ട്. തന്റെ സാന്നിധ്യത്തെ പേടിയോടെ നോക്കിക്കാണുന്ന കുട്ടികൾ വീടുകളിലുണ്ട്. ദേവാലയത്തിനകത്തിരിക്കുന്ന അപ്പന്മാരൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ വീട്ടിൽ വളരുന്ന നിങ്ങളുടെ കുഞ്ഞ് ഒരിത്തിരിയെങ്കിലും നിങ്ങളെ പേടിക്കുന്നുണ്ടെങ്കിൽ, 1% നിങ്ങളുടെ സാന്നിധ്യത്തെ വെറുക്കുന്നുണ്ടെങ്കിൽ, പിന്നെ നീ അപ്പനല്ല. അപ്പമാകേണ്ടവനും അപ്പമേകേണ്ടവനുമാണ്. അങ്ങനൊരപ്പൻ വീട്ടിലെ മക്കൾക്ക് പേടിയാണെങ്കിൽ പിന്നെ അയാൾ എന്തപ്പൻ? 5 മണിക്കൂർ ഒരു ഭിത്തിയിൽ നെഞ്ചും കൂട് ചേർത്ത് പിടിച്ചു നിന്ന അതാണപ്പൻ. തീരുന്നവർ, ജീവിതത്തിൽ സ്വന്തം കിനാവുകൾ വേണ്ടാന്ന് വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ, മകന്റെ മൃതശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന അമ്മയുടെ ചിത്രം വരച്ചപ്പോഴും അവൾക്ക് 18കാരിയുടെ സൗന്ദര്യം കൊടുക്കാൻ മടിക്കാതിരുന്ന എല്ലാ ചിത്രകാരന്മാരും അവളെ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന മനുഷ്യന് 60കാരന്റെ മുഖം വരച്ചു ചേർത്തതെന്തിന്? വലിയ കാര്യമൊന്നും പറയാം. ഞാനും നിങ്ങളുമൊക്കെ അർപ്പിക്കുന്ന ഒരു വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ ഔസേപ്പിന്റെ പേര് വന്നതെന്ന 2000 വർഷങ്ങളെടുത്ത് ഒരു ചൊല്ലുന്ന കുർബാനയിൽ വിശുദ്ധ ഔസേപ്പിന്റെ പേര് ചൊല്ലി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ മാർച്ച് 19-നും മെയ് 1-നും മാത്രം വിശുദ്ധ ഔസേപ്പിന്റെ പേര് ചൊല്ലാം. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ് എല്ലാ അർപ്പിക്കപ്പെടുന്ന ബലികളിലും വിശുദ്ധ ഔസേപ്പിന്റെ പേര് വേണം. How far will you go for love? How far will you go for love? ഇങ്ങനൊരു വാചകം ഒരു പരസ്യത്തിലുള്ളതാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളൊരു പരസ്യമായിരിക്കും. ഡയറി മിൽക്ക് എന്ന് പറയുന്ന ചോക്ലേറ്റിൻ്റെ പരസ്യത്തിൻ്റെ അവരുടെ വാചകമാണ് ഹൗ ഫാർ വിൽ യു ഗോ ഫോർ ലവ്? സ്നേഹത്തിന് വേണ്ടി നീ എന്തോരം ദൂരം പോകും? അതാണ് ചോദ്യം. സ്നേഹത്തിന് വേണ്ടി നീ എന്തോരം ദൂരം പോകും? ഹൗ ഫാർ വിൽ യു ഗോ ഫോർ ലവ്? ഈ ഡയറി മിൽക്ക് എന്ന് പറയുന്ന ആ ഒരു ചോക്ലേറ്റ് കമ്പനി എപ്പോഴും ഇറക്കുന്ന പരസ്യങ്ങൾ വളരെ കൗതുകമുള്ള പരസ്യമാണ്. അവര് മുൻപ് ഇറക്കിയ ഒരു പരസ്യം TV-യിലൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളൊരു പരസ്യമാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തീർച്ചയാണ്. ക്രിക്കറ്റൊക്കെ കാണുന്നവരാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൂടെ അത് ആ പരസ്യം വന്നു കയറുമായിരുന്നു. ഈ ഡയറി മിൽക്കിൻ്റെ ഒരു പരസ്യം നമ്മുടെ പഴയ മരിച്ചുപോയ ശ്രീദേവിയുടെ മകൾ അഭിനയിച്ച ഒരു പരസ്യമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ പരസ്യം എങ്ങനെയാണ്? ഒരു പെങ്കൊച്ച് തണലിൽ നിന്ന് നടന്ന് വെയിലത്തേക്ക് ഇറങ്ങുന്നു. ഒരു കൊച്ചിങ്ങനെ നടന്നു വരിക. അവള് തണലിൽ നിന്ന് വെയിലിലേക്ക് നടന്നിറങ്ങുമ്പോൾ വെയിൽ മുഖത്തടിക്കുന്നതിൻ്റെ എല്ലാ അസ്വസ്ഥതയും അവിടെ മുഖത്തുണ്ട്. അവളിങ്ങനെ വെയിലത്തോട്ട് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പം പെട്ടെന്ന് അവൾക്ക് ഒരു തണല് ഫീല് ചെയ്യുന്നു. അവള് തലയുയർത്തി നോക്കുമ്പോൾ അവള് നടന്നു വരുന്ന കെട്ടിടത്തിന്റെ മുകളിൽ ഒരു ചെറുക്കൻ ഇങ്ങനെ കൊട പിടിച്ചു കൊടുക്കുന്നു. പരസ്യം കണ്ടിട്ടുണ്ടല്ലോ. ഒരു ചെറുക്കൻ ഇങ്ങനെ കൊട പിടിച്ചു കൊടുക്കുന്നു. അപ്പൊ അവളിങ്ങനെ നോക്കുന്നു, അവളിങ്ങനെ മുമ്പോട്ട് നടക്കുന്നു. അവൾ നടക്കുന്നതനുസരിച്ച് അവനിങ്ങനെ കൊടയും പിടിച്ച് കെട്ടിടത്തിന്റെ മുകളിലൂടെ നടക്കുന്നു. അവൾ പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ ആ കെട്ടിടത്തിൽ നിന്ന് അടുത്ത കെട്ടിടത്തിന്റെ മുകളിൽ ചാടി അവൻ ഇങ്ങനെ നടക്കുന്നു. അപ്പൊ ഇങ്ങനെ പോകുന്നതിനിടയിൽ അവൻ കഴിക്കുന്ന ഡയറി മിൽക്ക് അവനിങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അവളിങ്ങനെ പിടിച്ച് അതിങ്ങനെ കടിക്കുന്നു.
അവളുടെ മുഖത്തൊരു കുസൃതി, ഇങ്ങനെ ആ പരസ്യം മൊത്തമുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. ആ പരസ്യം അവസാനിക്കുമ്പോൾ അവരിങ്ങനെ നടന്നിങ്ങനെ പോകുന്നു. അവ ഇങ്ങനെ മുകളിൽ കൂടെ കുട പിടിച്ച് നടക്കുന്നു, അവളിങ്ങനെ താഴെ കൂടെ നടന്ന് വെയില് തീർന്നു, ഇനി തണല് തുടങ്ങുക. ആ പരസ്യം അവസാനിക്കുന്ന എങ്ങനെ? വെയില് തീർന്ന് തണല് തുടങ്ങാൻ പോവുക. അവള് തണലിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നിട്ട് അവള് വീണ്ടും തിരിച്ച് വെയിലത്തോട്ട് ഇങ്ങനെ ചാടും. അപ്പോ അവൻ ഇങ്ങനെ കൊടയും പിടിച്ചിട്ട് അവൻ ഇങ്ങനെ പിറകോട്ട് ചാടും. അപ്പൊ ഇങ്ങനെ എഴുതി കാണിക്കും, ഹൗ ഫാർ വിൽ യു ഗോ ഫോർ ലവ്? സ്നേഹത്തിന് വേണ്ടി നീ എന്തോരം ദൂരം പോകും. ഈ പരസ്യം തുടങ്ങുമ്പോ അതിന്റെ നായക കഥാപാത്രം എന്ന് പറയുന്ന ആ പെണ്ണ, ആ പരസ്യത്തിന്റെ. പക്ഷെ പരസ്യം അവസാനിക്കുമ്പോ അവനാണ് കേന്ദ്രം. സ്നേഹത്തിന് വേണ്ടി എന്തോരം ദൂരം പോകുന്നത് അവളല്ല, അവനാ. ആ പരസ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഒരു പെങ്കൊച്ച് വെയിലിലേക്ക് ഇറങ്ങുമ്പോൾ അവൾ ഒരു തണൽ അനുഭവിക്കുന്നു. അവള് തണലത്തായത് എങ്ങനെ? മുകളിൽ അവൻ വെയിൽ കൊള്ളുന്നത് കൊണ്ട്. അവൻ വെയിലെത്താം, അവൻ കൊണ്ട വെയിലാണ് അവൾ അനുഭവിക്കുന്ന തണൽ. അവൻ കൊണ്ട വെയിൽ അവൾക്ക് തണലായി മാറുന്നു. ഹൗ ഫാർ വിൽ യു ഗോ ഫോർ ലവ്? എനിക്ക് ആ പരസ്യം ഭയങ്കര ഇഷ്ടമാണ്. അത് കാണുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വളരെ കൗതുകത്തോടെ നോക്കും. അവന്റെ മുഖം ആ പരസ്യത്തിലൊന്ന് ശ്രദ്ധിക്കണം. അവന്റെ മുഖത്ത് ഒരു പരിഭവവും ഇല്ല, വെയില് കൊണ്ടതിന്റെ ഒരസ്വസ്ഥതയില്ല. അവക്ക് തണല് കിട്ടാൻ വെയില് കൊള്ളുന്നൊരു പയ്യൻ. അവൻ കൊണ്ട വെയിൽ അവൾക്ക് തണലാകുന്നു. ഇത് വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളാണ്. സത്യം പറഞ്ഞ വിശുദ്ധ ഔസേപ്പിതാവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. പക്ഷെ അതിലുപരി എനിക്ക് പലപ്പോഴും ഈ വിശുദ്ധ ഔസേപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലൊരു സങ്കടവും തോന്നാറുണ്ട്. നമ്മളൊക്കെ വളരെ വിശാലമായി വിശുദ്ധ ഔസേപ്പിനെ കുറിച്ച് പറയുമ്പോൾ നീതിമാനായ വിശുദ്ധ ഔസേപ്പ്, ദൈവത്താൽ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ഔസേപ്പ് എന്നൊക്കെ പറയുമെങ്കിലും സത്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കേ, വിശുദ്ധ ഔസേപ്പ് എന്ന് പറയുന്ന ആ മനുഷ്യനോട് ആരാ നീതി കാട്ടിയത്? അവനെ നീതിമാൻ എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിട്ടും അവനോട് നമ്മൾ നീതി കാട്ടിയിട്ടുണ്ടോ? അതൊന്ന് ചിന്തിച്ചു നോക്കണം. ബൈബിളിന്റെ താളുകളിൽ ഒറ്റുകാരനായ യൂദാസിന് പോലും ഡയലോഗുണ്ട്. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന്റെ സംഭാഷണങ്ങൾ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും യൗസേപ്പിനൊരു കുഞ്ഞ് ഡയലോഗ് പോലും സുവിശേഷകന്മാർ എഴുതി വെച്ചില്ല. എന്തിനേറെ പറയുന്നു, വിശുദ്ധ ഔസേപ്പിനോട് ലോകമെങ്ങുമുള്ള ചിത്രകാരന്മാരും ചരിത്രകാരന്മാരും നീതികേട് കാട്ടി. വിശുദ്ധ ഔസേപ്പിന് ഒരു വൃദ്ധന്റെ പരിവേഷം ചാർത്തിക്കൊടുത്തതാരാ? ബൈബിളിന്റെ താളിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല വിശുദ്ധ ഔസേപ്പ് വൃദ്ധനായിരുന്നു എന്ന്. എന്നിട്ടും ചിത്രകാരന്മാർ അവനെ വൃദ്ധനാക്കി ചിത്രീകരിച്ചു. ഒന്നാലോചിച്ചു നോക്കിയ 33 വയസ്സുള്ള മകന്റെ മൃതശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന അമ്മയുടെ ചിത്രം വരച്ചപ്പോഴും അവൾക്ക് 18-കാരിയുടെ സൗന്ദര്യം കൊടുക്കാൻ മടിക്കാതിരുന്ന എല്ലാ ചിത്രകാരന്മാരും അവളെ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന മനുഷ്യന് 60-കാരന്റെ മുഖം വരച്ചു ചേർത്തത് എന്തിന്? അവനോട് ആരാ നീതി കാട്ടിയത്? വലിയ കാര്യമൊന്നും പറയണ്ട. ഞാനും നിങ്ങളും ഒക്കെ അർപ്പിക്കുന്ന ഒരു വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ ഔസേപ്പിന്റെ പേര് വന്നതെന്ന 2000 വർഷങ്ങളെടുത്ത് ഒരു ചൊല്ലുന്ന കുർബാനയിൽ വിശുദ്ധ ഔസേപ്പിന്റെ പേര് ചൊല്ലി പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ മാർച്ച് 19-നും മെയ് 1-നും മാത്രം വിശുദ്ധ ഔസേപ്പിന്റെ പേര് ചൊല്ലാം. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ് എല്ലാ അർപ്പിക്കപ്പെടുന്ന ബലികളിലും വിശുദ്ധ ഔസേപ്പിന്റെ പേര് വേണം.
പേര് ചൊല്ലി പ്രാർത്ഥിക്കാൻ. ആരവനോട് നീതി കാട്ടി? അവനോട് ആരും നീതി കാട്ടി? പക്ഷേ വിശുദ്ധ ഔസേപ്പ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ മഹത്വമെന്നറിഞ്ഞു നോക്കണം. ആ മഹത്വം നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്ന ഒരു വാചകത്തിലുണ്ട്. ഒരു വാചകത്തിൽ അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ. ആരെ? അവളെ, മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ. അങ്ങനൊരു വാചകമുണ്ട്. സാധാരണ നമ്മൾ മറിയത്തെ കുറിച്ച് പറയാറുണ്ട്, മറിയം ഈ ലോകം കണ്ട ഏറ്റവും ഭാഗ്യം ചെയ്ത പെണ്ണാണ് എന്ന്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പെണ്ണ്, ഈ ലോകം കണ്ട ഏറ്റവും ഭാഗ്യം ചെയ്ത പെണ്ണ് എന്ന് മറിയത്തെ കുറിച്ച് പറയും. പക്ഷെ എനിക്ക് തോന്നുന്നത് മറിയത്തെ വിശേഷിപ്പിക്കേണ്ടത് അങ്ങനല്ല. ഈ ലോകം ഇന്ന് വരെ കണ്ട ഏറ്റവും ഭാഗ്യം ചെയ്ത ഭാര്യയായിരുന്നു അവൾ. ഏറ്റവും ഭാഗ്യം ചെയ്ത ഭാര്യയായിരുന്നു അവൾ. കാരണം അവളുടെ ഭർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാചകമാണ്, അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ. എന്ന് പറഞ്ഞാൽ അവളെ നാണം കെടുത്താൻ ഇഷ്ടപ്പെടാത്തൊരു ഭർത്താവ്. മറിയം ഏറ്റവും ഭാഗ്യം ചെയ്ത പെണ്ണാണോ എന്ന് അറിയണമെങ്കിൽ ഈ ദേവാലയത്തിലിരിക്കുന്ന വിവാഹിതരായ എല്ലാ സ്ത്രീകളും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. കെട്ടിയ പെണ്ണിനെ ഒരു തരത്തിലും നാണം കെടാൻ അനുവദിക്കില്ല എന്ന് കരുതുന്നൊരു ഭർത്താവ്, വിവാഹം കഴിച്ചൊരു പെണ്ണ് ഒരർത്ഥത്തിൽ പോലും എവിടെയും തലകുനിക്കരുത് എന്ന് ഉള്ളിൽ കൊതിക്കുന്നൊരു ഭർത്താവുണ്ടെങ്കിൽ അതാ പെണ്ണിന്റെ ഭാഗ്യമല്ലേ. ചില വീടുകളിലൊക്കെ തങ്ങളുടെ ഭാര്യമാരുടെ കുറ്റങ്ങൾ ചില ഭർത്താക്കന്മാര് ചിലപ്പോ ആരോടെങ്കിലും ഒക്കെ പറയും. അദ്ദേഹത്തിന്റെ അമ്മയോടോ, ചിലപ്പോ പെങ്ങന്മാരോടോ, ചിലപ്പോ ആരോടെങ്കിലും ഒക്കെ പറയാം. അവൾ അങ്ങനെ, അവൾക്ക് നേരെ വെക്കാറില്ല, അവളുടെ സ്വഭാവം അങ്ങനെ. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്ക്, ലോകമെങ്ങുമുള്ള സകല ഭർത്താക്കന്മാർക്കും ഒരു വെല്ലുവിളിയാണ് ഔസേപ്പ്. നിന്റെ ജീവിതത്തിലേക്ക് കൂടെ വന്നൊരു പെണ്ണ് ഒരു തരത്തിലും നാണം കെടരുത് എന്ന് കൊതിക്കുന്ന ഒരു ഭർത്താവ്. അങ്ങനത്തെ ഒരു ഭർത്താവാകാൻ നിനക്കൊക്കുമോ എന്ന് പുരുഷന്മാരെ വെല്ലുവിളിക്കുന്നവനാണ് ഔസേപ്പ്. സ്ത്രീകളൊക്കെ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ സ്വന്തം ഭർത്താവിനെ കുറിച്ച് ആലോചിച്ചു നോക്ക്. നിങ്ങൾ പാചകം ചെയ്ത ഒരു കറിയെ കുറിച്ച് പോലും കുറ്റം പറയുമ്പോ, ചിലപ്പോ എവിടെങ്കിലുമൊക്കെ തമാശയ്ക്ക് പോലും നിങ്ങളുടെ പാചകത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചൊന്ന് കളിയാക്കി പറയുമ്പോൾ വിശുദ്ധ ഔസേപ്പ് എങ്ങനായിരുന്നു എന്നൊന്ന് ചിന്തിക്കാൻ നമ്മളെ സഹായിക്കും. വിശുദ്ധ ഔസേപ്പ് ഈ ലോകം ഇന്ന് വരെ കണ്ട നല്ലൊരു ഭർത്താവായിരുന്നു. കാരണം അവന്റെ കൂടെ കൂടിയ പെണ്ണിനെ അവൻ നാണം കെടുത്തിയില്ല. വിശുദ്ധ ഔസേപ്പ് ഒരു നല്ല അപ്പനായിരുന്നു, ഒരു നല്ല ഭർത്താവ് എന്നതുപോലെ തന്നെ അവനൊരു നല്ല അപ്പനായിരുന്നു. അവൻ നല്ല അപ്പനായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെക്കും? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ദേവാലയത്തിൽ വെച്ച് 12 വയസ്സുകാരനായ ഒരു മകനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഭാഗം നമുക്കറിയാം. ദേവാലയത്തിൽ വെച്ച് മോനെ കാണാതായി 3 ദിവസത്തിന് ശേഷം കണ്ടുമുട്ടുമ്പോ അവൻ പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ എൻ്റെ അപ്പന്റെ ഭവനത്തിലായിരുന്നു എന്ന് പറഞ്ഞ ദൈവത്തെ അപ്പൻ എന്ന് വിശേഷിപ്പിച്ച ഒരു മകൻ, 12 വയസ്സുള്ള ഒരു പയ്യൻ, 12 വയസ്സുകാരനായ ഒരു പയ്യൻ ദൈവത്തെ അപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ദൈവത്തെ അപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അതെങ്ങനെ അവന് വിശേഷിപ്പിക്കാൻ നോക്കും? ദൈവം അപ്പനാണ്.
എന്ന് പറഞ്ഞാൽ ദൈവത്തെ അപ്പനായി അവൻ കാണാനൊക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ദൈവത്തെ പോലെ ഒരപ്പൻ അവൻ ഉള്ളത് കൊണ്ടാണ്. A=B എന്ന് പറഞ്ഞാൽ B=A എന്ന് തന്നെയാണ്. ദൈവം അപ്പനാണെങ്കിൽ അവന്റെ അപ്പൻ ദൈവത്തെ പോലെ. സ്വന്തം അപ്പനെ ദൈവത്തെ പോലെ കാണാനൊക്കാത്ത ഒരു കുഞ്ഞിനോട് ദൈവം നിന്റെ അപ്പനാണെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് എങ്ങനെ വിശ്വസിക്കും? യൗസേപ്പ് നല്ലൊരു അപ്പനായിരുന്നു. നല്ലൊരു ഭർത്താവ് മാത്രമല്ല, ദൈവത്തെ പോലെ ഒരു അപ്പനുമായിരുന്നു അവൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്, കുറെ വർഷങ്ങൾക്ക് ശേഷം ദേവാലയത്തിന്റെ മുന്നില് മറ്റുള്ളവരാൽ അപമാനിക്കപ്പെട്ട് ഒരു പെങ്കൊച്ച് വന്നു നിൽക്കുമ്പോ അവളുടെ ചോരയ്ക്ക് വേണ്ടി ആർത്ത് വിളിച്ച് കല്ലുകൾ ഉയർത്തി നിൽക്കുന്ന യഹൂദ പ്രമാണികൾക്ക് നടുവിൽ നാണം കെട്ടൊരു പെണ്ണ് ശിരസ്സും കുനിച്ചു നിന്നപ്പോൾ യേശു അവളോട് പറഞ്ഞ്, പൊയ്ക്കൊള്ളുക, പൊയ്ക്കൊള്ളുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല. അവൻ അങ്ങനെ പറയാനൊത്തത് എങ്ങനെ? അവന് പറയാനൊത്തത് അവന്റെ അപ്പൻ കാട്ടിയ ഒരു മാതൃക കൊണ്ടാ. വിവാഹത്തിന് മുൻപ് ഒരു പെങ്കൊച്ച് ഗർഭിണിയായാൽ അവളെ വ്യഭിചാരിണിയായി മുദ്രകുത്തി കല്ലെറിഞ്ഞ് കൊന്നുകളയുവാൻ നിയമമുണ്ടായിരുന്ന നാട്ടിൽ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായ ഒരു പെണ്ണിനെ കൂടെ കൂട്ടിയ ഒരപ്പൻ അവനുണ്ടായിരുന്നു. അപ്പൻ കൊടുത്ത മാതൃക അവനവന്റെ ജീവിതത്തിൽ പാലിച്ചു. ബോബി ജോസ് അച്ഛൻ ഒരിക്കലൊരു പുസ്തകത്തിൽ എഴുതിയൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അച്ഛൻ്റെ ഒരു സുഹൃത്തായ ഒരു ഡോക്ടർ അച്ഛനോട് പറഞ്ഞൊരു സംഭവമാണ്. ആ ഡോക്ടർ ഒരു ക്യാൻസറിന്റെ ചികിത്സകനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ആശുപത്രിയിലേക്ക് രാമൻകുട്ടി എന്ന് പേരുള്ള ഒരു അപ്പൻ ഒരു ചെറിയ മകനുമായിട്ട് വന്നു. ആ മകന് ക്യാൻസറാണ്. ആ മകനുമായിട്ട് ചികിത്സയ്ക്ക് ഈ അപ്പൻ വന്നു. ആ മോനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവനെ അവിടുത്തെ ICUവിൽ കയറ്റി. ICUവിന്റെ പുറത്ത് അപ്പൻ രാമൻകുട്ടി നിൽക്കുക. ആശുപത്രിയിലെ ICUവിൽ ആ ചെറുക്കൻ കയറി. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോ നേഴ്സ് വന്ന് ഡോക്ടറോട് പറഞ്ഞ്, ആ ചെറുക്കൻ കരച്ചില് നിർത്തുന്നില്ല, കട്ടിലിൽ കിടന്ന് ഭയങ്കര കരച്ചില്, അവനവന്റെ അച്ഛനെ കാണണോ. ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ കരച്ചിലൊക്കെ മാറുക. 10 മണിയായപ്പോ ആ നേഴ്സ് വീണ്ടും വന്ന് പറഞ്ഞു, ചെറുക്കൻ കരച്ചില് നിർത്തുന്നില്ല, അവൻ ഉറങ്ങുന്നുമില്ല, അവനവന്റെ അച്ഛനെ കാണണമെന്ന്. ഡോക്ടർ എന്ന് നോക്കി. ആ കൊച്ചു ചെറുക്കൻ കട്ടിലിൽ കിടന്ന് ഭയങ്കര കരച്ചില്, അച്ഛനെ കാണണം. ഡോക്ടർ ICUവിന്റെ പുറത്തിറങ്ങിയിട്ട് രാമൻകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, രാമൻകുട്ടി, നിന്റെ മോൻ ഉറങ്ങുന്നില്ല, ഭയങ്കര കരച്ചില്, എന്ത് ചെയ്യും? രാമൻകുട്ടി പറഞ്ഞ്, ഡോക്ടറെ, അവൻ എന്നും രാത്രിയിൽ എന്റെ നെഞ്ചത്ത് തലവെച്ചാണ് അവൻ ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തില്ലെങ്കിൽ അവൻ ഉറങ്ങത്തില്ല. ഡോക്ടർ ചോദിച്ചപ്പോ ഇനി എന്തുണ്ട് മാർഗം? അവൻ ചോദിച്ചു, രാമൻകുട്ടി ചോദിച്ചു, ഡോക്ടറെ, ഞാൻ ആ ICUവിന്റെ അകത്തേക്ക് ഒന്ന് കയറിയിരിക്കോട്ടെ? അവൻ കിടക്കുന്ന കട്ടിലിൽ ഞാൻ ഇരുന്നിട്ട് എന്റെ നെഞ്ചത്തോട്ട് അവനെ ഒന്ന് ചേർത്ത് വെച്ചാ മതി, അവൻ പെട്ടെന്ന് ഉറങ്ങിക്കൊള്ളും, ഞാൻ ഉടനെ പുറത്തിറങ്ങാം. ഡോക്ടർ പറഞ്ഞു, അത് നടക്കത്തില്ല രാമൻകുട്ടി, കാരണം ICUവിൽ വേറെ രോഗികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതിനകത്തോട്ട് ഇപ്പൊ കയറ്റാൻ ഒക്കത്തില്ല. അപ്പൊ രാമൻകുട്ടി പറഞ്ഞ്, എങ്കിൽ ഒരു ഉപകാരം ചെയ്യുവോ? ഡോക്ടർ അവൻ കിടക്കുന്ന കട്ടില് ആ ICUവിന്റെ ആ വശത്തുള്ള ഭിത്തിയരികിലോട്ടൊന്ന് ചേർത്തിട്ടാ മതി. എന്നിട്ട് അവനോട് പറയണം, ആ ഭിത്തിയുടെ അപ്പുറം അവന്റെ അച്ഛൻ ഇങ്ങനെ നിപ്പുണ്ടെന്ന് പറയണം. എന്നിട്ട് അച്ഛൻ അവിടെ നിപ്പുണ്ട്, അച്ഛന്റെ നെഞ്ചത്ത് ചേർന്ന് കിടന്ന് മോനങ്ങ് ഉറങ്ങിക്കോന്ന് ഡോക്ടർ അവനോട് പറഞ്ഞാ മതി. ഡോക്ടർ എന്ന ICUവില് ആ ചെറുക്കന്റെ കട്ടില് ആ ഭിത്തിയരികിലോട്ട് ചേർത്തിട്ടിട്ട് അവനോട് പറഞ്ഞു, മോനെ, ഈ ഭിത്തിയുടെ അപ്പുറം മോന്റെ അച്ഛൻ ഇങ്ങനെ ഭിത്തിയോട് ചേർന്ന് നിപ്പുണ്ട്, അതുകൊണ്ട് അച്ഛന്റെ നെഞ്ചത്ത് ചേർന്ന് മോനങ്ങ് ഉറങ്ങിക്കോന്ന് പറഞ്ഞു. ആ ഡോക്ടർ പറയാ,
5 മിനിറ്റ് എടുത്തില്ല. ആ പയ്യൻ ഇങ്ങനെ ഭിത്തിയരികിലോട്ട് ചേർന്ന് കിടന്നിട്ട് നല്ല സൂപ്പറായിട്ട് അവനങ്ങ് ഉറങ്ങി. ഭിത്തിയുടെ അരികിലോട്ട് ചേർന്ന് കിടന്ന് അവൻ നല്ല സൂപ്പറായിട്ട് അങ്ങ് ഉറങ്ങി. 10 മണിയായപ്പോ അവൻ നന്നായിട്ട് ഉറങ്ങി. ഡോക്ടർ പിന്നെ ICUവിന്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിന്ന് ജോലികളൊക്കെ ഏകദേശം ഒതുങ്ങിയപ്പോ വെളുപ്പിന് 3 മണിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി ICUന്ന് പുറത്തൊക്കെ ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോകുമ്പോ ഡോക്ടർ ഒരു കാഴ്ച കണ്ടു. ICUവിന്റെ പുറത്തെ ഭിത്തിയില് രാമൻകുട്ടി എന്ന അപ്പൻ വെളുപ്പിന് 3 മണിക്ക് തന്റെ നെഞ്ചും കൂടി ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. രാത്രി 10 മണി മുതൽ വെളുപ്പിന് 3 മണി വരെ അകത്ത് ICUവിൽ ഉറങ്ങിക്കിടക്കുന്ന മോന് വേണ്ടി നെഞ്ചും കൂടി ഭിത്തിയിൽ ചേർത്ത് നിൽക്കുന്ന രാമൻകുട്ടി, അവനാണപ്പൻ, അവനാണപ്പൻ, അവനാകണം അപ്പൻ. നമ്മുടെയൊക്കെ ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, രാത്രിയില് വെള്ളമടിച്ച് 4 കാലി വന്നു കയറുന്ന അപ്പനെ പേടിക്കുന്ന ചില മക്കളുള്ള വീടുകളുണ്ട്. അപ്പന്റെ സാന്നിധ്യത്തെ പേടിയോടെ നോക്കിക്കാണുന്ന കുട്ടികൾ വീടുകളിലുണ്ട്. ദേവാലയത്തിനകത്തിരിക്കുന്ന അപ്പന്മാരൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ വീട്ടിൽ വളരുന്ന നിങ്ങളുടെ കുഞ്ഞ് ഒരിത്തിരിയെങ്കിലും നിങ്ങളെ പേടിക്കുന്നുണ്ടെങ്കിൽ, 1% നിങ്ങളുടെ സാന്നിധ്യത്തെ വെറുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നീ അപ്പനല്ല. അപ്പൻ എന്ന് പറഞ്ഞാല് മക്കൾക്ക് അപ്പം മേകേണ്ടവനും അപ്പമാകേണ്ടവനുമാണ്. മക്കൾക്ക് അപ്പമാകേണ്ടവനും അപ്പമേകേണ്ടവനുമാണ്. അങ്ങനൊരപ്പൻ വീട്ടിലെ മക്കൾക്ക് പേടിയാണെങ്കിൽ പിന്നെ അയാൾ എന്തപ്പൻ? രാത്രിയിലെ 5 മണിക്കൂർ ഒരു ഭിത്തിയിൽ നെഞ്ചും കൂടി ചേർത്ത് പിടിച്ചു നിന്ന അതാണപ്പൻ. മക്കൾക്ക് വേണ്ടി ഉരുകിത്തീരുന്നവർ, ജീവിതത്തിൽ സ്വന്തം കിനാവുകൾ വേണ്ടാന്ന് വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ, അവൻ കൊള്ളുന്ന വെയിൽ മറ്റുള്ളവർക്ക് തണലായി മാറുന്നത്. വിശുദ്ധ ഔസേപ്പ് അവനെ കുറിച്ച് കൂടുതലായി ചിന്തിച്ച് ജീവിച്ച മനുഷ്യനൊന്നുമല്ല, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചവനാണവൻ. കെട്ടാൻ പോന്ന പെണ്ണ് ഗർഭിണിയാണ് എന്ന വാർത്ത അറിഞ്ഞിട്ട് അവൻ അവളെ സ്വീകരിച്ചു. കെട്ടാൻ പോന്ന പെണ്ണ് ഗർഭിണിയാണെന്ന വാർത്ത അറിഞ്ഞിട്ട് അവൻ അവളെ സ്വീകരിച്ചു. ഈ പള്ളിക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിവാഹപ്രായം എത്തിയപ്പോ നിങ്ങൾക്ക് വീട്ടുകാരൊരു കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു. നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെങ്കൊച്ച് ഗർഭിണിയാണെന്ന വാർത്ത അറിഞ്ഞാലും അവളെ ഞാൻ കെട്ടിക്കോളാന്ന് പറയുന്ന ചങ്കുറപ്പുള്ള ഏത് ചെറുപ്പക്കാരൻ ഈ പള്ളിക്കകത്തുണ്ട്? അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവന് ജോസഫ് എന്ന് പേരിടണം. കാലം അവനെ വിശുദ്ധനായി പ്രഖ്യാപിക്കും. ഇവളെ ഞാൻ ഇപ്പൊ വിവാഹം കഴിച്ചാൽ എനിക്ക് എന്ത് പറ്റുമെന്നല്ല ഔസേപ്പ് ചിന്തിച്ചത്. ഇവളെ ഞാനിപ്പോ ഉപേക്ഷിച്ചാൽ ഇവൾക്ക് എന്ത് പറ്റുമെന്നാണ് അവൻ ചിന്തിച്ചത്. അവന് വേണ്ടിയല്ല, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചവൻ, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചിന്തിച്ചവൻ, നന്മ പ്രവർത്തിച്ചവൻ. അതാണ് ഔസേപ്പ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ ഒരു തിരുനാളിന്റെ ഭാഗമായിരിക്കും. വിശുദ്ധ ഔസേപ്പിന്റെ ഒരു മാതൃക അനുകരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും. അതൊന്നും നമുക്ക് അനുകരിക്കാൻ പറ്റിയൊന്നുമല്ല. അതിന്റെയൊക്കെ ഒരു അംശമെങ്കിലും ജീവിതത്തിൽ ഒന്ന് പകർത്താനൊത്താൽ അത് വലിയ ഭാഗ്യം.
ഒരു നല്ല ഭർത്താവായിരുന്നവൻ, ഒരു നല്ല അപ്പനായിരുന്നവൻ, സ്വന്തം ജീവിതത്തിനും അപ്പുറത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിച്ചവൻ. അങ്ങനൊരു യൗസേപ്പിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. VG തമ്പി എന്ന മലയാള കവി എഴുതിയ ഒരു കവിതയിലെ വരികൾ ഇങ്ങനെയുണ്ട്: എല്ലാവരും മടി നിറച്ചപ്പോൾ അവൻ മാത്രം മനം നിറച്ചു. എല്ലാവരും മടി നിറച്ചപ്പോൾ അവൻ മാത്രം മനം നിറച്ചു. എല്ലാവരും കടന്നു പോകുന്നത് പോലെ പടികൾക്കപ്പുറത്തേക്ക് അവനും കടന്നുപോയി. കാലം കുറച്ച് കടന്നുപോയപ്പോൾ പടികൾക്കപ്പുറത്തേക്ക് അവനും കടന്നുപോയി. പക്ഷേ ചരിത്രം അതിന്റെ ചുവരുകളിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു: പടികൾക്കിപ്പുറം അയാൾ ഒരു മാന്യനായിരുന്നു. എല്ലാവരും മടി നിറച്ചപ്പോൾ അയാൾ മാത്രം മനം നിറച്ചു. കാലം കുറച്ച് കടന്നു പോയപ്പോൾ എല്ലാവരും പോകുന്നത് പോലെ പടികൾക്കപ്പുറത്തേക്ക് അയാളും കടന്നുപോയി. എന്നാൽ ചരിത്രം അതിന്റെ ചുവരുകളിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു: പടികൾക്കിപ്പുറം അയാൾ ഒരു മാന്യനായിരുന്നു. മടി നിറച്ചതല്ല, മനം നിറച്ചവനാണവൻ. അവൻ കൊണ്ട വെയില് ഒരു കുടുംബത്തിന് തണലായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തില് ആർക്കെങ്കിലുമൊക്കെ വേണ്ടി നമ്മൾ വെയിൽ കൊള്ളുന്നവരാണോ എന്ന് ചിന്തിക്കണം. ഞാൻ കൊള്ളുന്ന വെയിലിൽ മറ്റൊരാൾക്ക് തണൽ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് കൂടി ചിന്തിക്കുന്ന ഒരാളാകണം. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അവൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ വിശുദ്ധ യൗസേപ്പിന്റെ തിരുനാളിൽ ആർക്കെങ്കിലുമൊക്കെ തണല് കൊടുക്കുന്നവരായി ജീവിക്കാൻ ഒരു കൃപ തമ്പുരാൻ നമുക്ക് തരട്ടെ. നമുക്ക് എഴുന്നേറ്റ്